സമയം 9:15 മഞ്ഞ് അങ്ങ് മാറിയിട്ടില്ല. തണുപ്പ് ഇന്ന് കുറവുണ്ട്. എന്തായാലും രാവിലെ ഒരു 6:30 ആയപ്പോൾ മുതൽ ഈ ഫേസ്ബുക്കിൽ കയറിയിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയില്ല. അതിനിടയ്ക്ക് ഇച്ചിരി കാപ്പി കഴിച്ചു കേട്ടോ. അത് അറിയാതിരിക്കത്തില്ല. കാരണം പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് അതിനുള്ള ഗുളികയൊക്കെ കഴിക്കണമെങ്കിൽ ആഹാരം കഴിച്ചിട്ട് വേണമെന്നാണ് ഡോക്ടർമാർ അതിലെഴുതി വച്ചേക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു, ഗുളികയും കഴിച്ചു. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടതിനകത്ത് കയറി ഇരുന്നിട്ട് അതിന് വായിച്ച് ചിരിച്ചു കൊടുത്തു പോയി. എന്നാ മൂട്ട തെറിയൊക്കെയാണ് പറയുന്നത്. അതിൽ രസകരമായ ഒരു കാര്യം, രണ്ടറ്റവും നരച്ചില്ല. ഞാനെപ്പോഴാണ് എൻ്റെ തലയിൽ ഇവിടെയൊന്നും മുടിയില്ലാത്തതുകൊണ്ട് ഈ സൈഡിലൊക്കെയല്ല ഇവിടെ, അതുകൊണ്ട് ഇങ്ങനെയൊന്നും നോക്കിയാൽ പെട്ടെന്ന് ഈ നരയൊന്നും കാണിയല്ലോ ഇവിടെ. അപ്പോൾ രണ്ടറ്റവും നരച്ചപ്പോഴാണോ തനിക്ക് ബോധോദയം ഉണ്ടായത് എന്നുള്ള ചോദ്യം. അപ്പോൾ രണ്ടറ്റവും നരച്ചാൽ ശരീരം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമുക്ക് ബോധമൊന്നും ഉദിക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. എന്തായാലും അല്ല, ഞാനും ഒരിക്കലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എന്നാൽ ഇത്രയും ഇതായിട്ട് ചോദിച്ചിട്ടുണ്ടാവില്ല. പ്രായമായില്ലേ, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല എന്നൊക്കെ ചിലപ്പോൾ ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എൻ്റെ നല്ല പ്രായത്തിലും. അപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഇരിക്കണം, ബുദ്ധിയൊന്നും ഉദിക്കരുതെന്നുള്ള ചിന്ത ചെറുപ്പക്കാർ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം അതെനിക്കും ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാവും എന്ന് വേണം കരുതാൻ. ഞാനെപ്പോഴും അങ്ങനെയാണ്. ഞാൻ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴും ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആദ്യം ചിന്തിക്കാറുണ്ട്. ഞാൻ ആരാണ്, എന്താണ്, എന്തൊക്കെ സംസാരിക്കാറുണ്ട്, എന്തൊക്കെ ചെയ്യാറുണ്ട്, എന്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നിട്ടേ പറയാറുള്ളൂ. അപ്പോൾ എന്നിലുള്ളത് തന്നെ ആയിരിക്കും ഞാൻ അവരിലും കാണുന്നത്. അപ്പോൾ അതൊരു പോരായ്മയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എത്ര നല്ല മനുഷ്യനായാലും ഒരു ബലഹീനത എപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ബലഹീനതകളൊക്കെ എനിക്കും ഉണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഈ അച്ഛന്മാരെക്കുറിച്ച് പറഞ്ഞതിലാണ് ഇത്ര തെറ്റ് വന്നത്. ഒരു അച്ഛന്മാർക്ക് എന്താണ് ഇത്ര പ്രത്യേകത? നമ്മൾ സദ്യകളിലൊക്കെ നടത്തുമ്പോൾ അച്ഛന്മാരുടെ പള്ളിമേടകളിലേക്ക് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടോ? അതിന് എന്ത് പ്രത്യേകതയാണ് അവർക്കുള്ളത്, എന്ത് വലിപ്പമാണ്, എന്ത് ആണ് അവർക്കുള്ളതെന്നാണ് ഞാൻ എൻ്റെ പോസ്റ്റിലൂടെ ചോദിച്ചേക്കുന്നത്. അതിൽ രണ്ടച്ഛന്മാരെയാണ് ഞാനതിൽ ചൂണ്ടിക്കാണിച്ചത്. അതിലൊരച്ഛൻ വീട്ടിലേക്ക് വന്നു, ഒരച്ഛൻ വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ് ഇത്ര പ്രത്യേകത പറഞ്ഞാൽ, ഒരാൾ പറഞ്ഞ പോലെ എന്തേലും പോരായ്മ വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുമായിരിക്കും. അത് ശരിയാണ് എന്ന് വേണം കരുതാൻ. ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ, എന്തേലും ആട്ടെ. അത് എല്ലാ അച്ഛന്മാരും അങ്ങനെ ആയിരിക്കും. പലപ്പോഴും ഞാൻ പലയിടത്തും കാണുന്നുണ്ട്. എവിടെ പോയാലും കല്യാണത്തിന് അതുപോലുള്ള സദ്യകൾക്കൊക്കെ പോകുമ്പോൾ പള്ളിമുറിയിലേക്ക് കൊണ്ടുപോയി പ്രത്യേകിച്ച് എന്തോ വലിയ ആദരവോട് കൂടിയാണ് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയി. എന്താ അവർക്ക് ഇത്ര വലിയ പ്രത്യേകത എന്ന് ഞാൻ ചിന്തിച്ചതാണ്. ഇപ്പോൾ ഒരു തെറ്റ്. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നോക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അടുത്തൊരു പോസ്റ്റിൽ എഴുതിയിരുന്നു, ഈ പള്ളിയിലെ മറ്റൊരച്ഛൻ, നന്മയുടെ പ്രതീകമായ ആ അച്ഛനെക്കുറിച്ച് എഴുതിയിട്ട് അത് ആ പോസ്റ്റിൽ തന്നെ എഴുതിയതാണെങ്കിൽ ആരും കണ്ടില്ല, ആരും വായിച്ചില്ല. എന്താണെന്ന് നോക്കണേ. അതിൻ്റെ അടുത്തൊരു പോസ്റ്റില്ല കേട്ടോ, അന്നത്തെ അല്ല പിറ്റേ ദിവസത്തെ പോസ്റ്റിൽ ഇങ്ങനെ ഒരു നല്ല എങ്ങനെ ആയിരിക്കണം ഒരു വൈദികൻ, ബൈബിള് എന്താണോ പറയുന്നത് അത് പ്രവർത്തിച്ച ഒരച്ഛനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതാരും കണ്ടുമില്ല, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തുമില്ല, അത് പറയത്തുമില്ല. അതാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. നല്ലതാര് ചെയ്താലും നന്മ ചെയ്യുന്നവരെ അവർ കാണില്ല, പറയുകയില്ല. ആ അച്ഛൻ നല്ല കാര്യം. അപ്പോൾ എൻ്റെ ഇടവക, ഞാൻ ജനിച്ചു വളർന്ന ഇടവകയിൽ തന്നെ ഒരു നല്ല അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. പേര് കുഞ്ഞച്ചൻ എന്നാണ്. അദ്ദേഹം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആ നാട്ടിൽ കൂടെയൊക്കെ പാവപ്പെട്ടവരുടെ വീടുകളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി ദാരിദ്ര്യമുണ്ടോ, പട്ടിണിയുണ്ടോ, പഠിക്കുന്നുണ്ടോ, വീടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ. അവർക്ക് കുറച്ചെങ്കിലും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ഓരോ വലിയ പണക്കാരുടെ വീടുകളിലൊക്കെ ചെന്ന് തെണ്ടി അതുകൂട്ട് അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അത്ര നല്ലൊരു വൈദികനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ സഭ തന്നെ എതിരായി. അവിടുത്തെ സഭ തന്നെ, അവിടുത്തെ ഇടവക തന്നെ എതിരായി, അച്ഛന്മാരൊക്കെ എതിരായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം പുതുക്രിസ്ത്യാനികളെ എന്ന് വെച്ചാൽ അന്നത്തെ പഴയ പിള്ളേരായിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ സഹായം ചെയ്തപ്പോൾ
അവർക്കൊരു ആഗ്രഹം ഞങ്ങളും ക്രിസ്ത്യാനി ആയാലും എന്ത് മാമോദീസാക്കി അപ്പോൾ ആ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിപ്ലവമൊക്കെ ഉണ്ടാക്കി കേസൊക്കെ ആയി അങ്ങനെയൊക്കെ ഒരു ചരിത്രമൊക്കെ അതിനുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും പറയുന്നില്ല. അപ്പോൾ നല്ല അച്ഛന്മാരില്ലെന്നല്ല, നല്ല അച്ഛന്മാർ ധാരാളമുണ്ട്, എനിക്കറിയാം. പക്ഷേ അതൊരു 100-ൽ 20 പേരൊക്കെ കാണുള്ളൂ എൻ്റെ ഒരു കണക്കുള്ളൂ. ഞാനിവിടെ കണ്ടേക്കുന്നത് പലയിടത്തും കണ്ടു. അപ്പം എന്നാൽ നല്ല അച്ഛന്മാരില്ലേ. ഇപ്പം ചില സ്ഥലത്തൊക്കെ കോളേജുകളിലൊക്കെ ഞാനൊരു കോളേജിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ സഭയല്ല, സഭ മാറിയ ക്രൈസ്തവരാണേലും സഭ അറിയുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ എനിക്ക് കാശില്ല എന്ന് പറഞ്ഞപ്പോൾ അവരന്വേഷിച്ചു ഞാനതിന് യോഗ്യനാണോ അല്ലയോ എന്ന്. അവർ എൻ്റെ കൊച്ചിനവിടെ ഫ്രീ ആയിട്ട് 18,000 ഒക്കെ നല്ല ചിലവുള്ളൊരു കോഴ്സാണ് അവരവിടെ പഠിപ്പിക്കാൻ തയ്യാറായി. അങ്ങനെയൊക്കെയുള്ള ചില അച്ഛന്മാരുണ്ട്. പാവങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതും വൈദികരുണ്ട്, അങ്ങനെ ഇല്ലെന്നൊന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ ആശുപത്രികളുമുണ്ട്. പാവങ്ങളെയൊക്കെ അപൂർവമായിട്ടാണേലും, അവർക്ക് ഒത്തിരി പേരെയൊന്നും ചെയ്യത്തില്ലേലും നല്ല രീതിയിൽ ചെയ്യുന്ന മിഷൻ ആശുപത്രികളുണ്ട്. ക്രിസ്ത്യാനികളുടെ ആണേലും കൊന്ന് അവർ മേടിക്കുന്നു എന്ന് പലപ്പോഴും ഞാൻ പറയാറുള്ളത് ശരി തന്നെയാണ്. കൊന്ന് മേടിക്കുമെങ്കിലും അതിലൊരു കുറ്റബോധം ഉണ്ടാകാതിരിക്കാനോ, അല്ലെങ്കിൽ ചുരുക്കം ചിലപ്പോൾ ചില നല്ല ഡയറക്ടർമാരൊക്കെ ആണെങ്കിൽ അവർ അത് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാനൊരു ആശുപത്രിയിൽ ഒരു മിഷൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, മിഷൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ അതിൻ്റെ ഡയറക്ടറോട് ചോദിച്ചു, എനിക്ക് എന്നെ ഒന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം, പൈസയൊന്നുമില്ല, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെന്താ ചേട്ടാ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ നല്ല അച്ഛന്മാരും ഉണ്ട് കേട്ടോ. അദ്ദേഹം ആണ്, അതും വേറൊരു സഭയാണ്. എൻ്റെ ക്രൈസ്തവ കത്തോലിക്ക സഭ എന്ന് പറയുന്നതാണ് ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യുന്നതല്ല, വെറുതെ പള്ളിവേടയിലിരുന്ന് കാശ് മേടിക്കാൻ വേണ്ടി മാത്രം, പിരിവെടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണെന്ന് എനിക്ക്. കാരണം പിരിവെടുക്കാൻ ഒരു ന്യായവാദം അവരുന്നയിക്കുന്നു, പിരിക്കാനുള്ള സമ്മതപത്രവും കമ്മിറ്റി തീരുമാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതവിടെ കുടിശ്ശികയായിട്ട് ചെന്ന് കൊടുത്താലും ഇല്ലെങ്കിലും അവരാണ് നിശ്ചയിക്കുന്നത് എത്ര വേണമെന്ന്. അവിടെ എഴുതി വെക്കുകയാണ് കുടിശ്ശിക. അതൊരു നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഞാൻ ആ ഒരച്ഛനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് എന്ന് ഇതൊക്കെ എന്നെ തെരുവറിഞ്ഞവരൊക്കെ പോയി ഒന്ന് വായിച്ചു നോക്കുന്നത്, അതിനകത്തൊന്ന് വായിക്കില്ല. ഇത് മാത്രം വായിച്ചാൽ പോരല്ലോ. അപ്പം ഇത് വായിച്ചിട്ട് അതിനകത്തെ 2 പേരെയിൽ ഒരാളെ കണ്ടുള്ളൂ എന്നുള്ളതാണ്. അതെന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അവർക്കറിയില്ലല്ലോ. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ, അവരത് ആഗ്രഹിക്കുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. നല്ലത് ചെയ്താൽ കാണിയല്ല. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്കറിയത്തില്ല, ഞാൻ കാണുന്നതാണല്ലോ, ഈ നമ്മുടെ മുഖ്യമന്ത്രിയെ തന്നെ നോക്കിയേ, എത്രയോ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് നല്ലൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാരൊന്നും ശുപാർശ ചെയ്തിട്ടും ആ ദുരന്ത കാലത്ത് ആ ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരെ ഒരു കരയ്ക്ക് എത്തിച്ചതിന് ശേഷം അദ്ദേഹം പോയി. എന്നിട്ടും അദ്ദേഹത്തിന് എന്തെന്നാ പ്രാക്കും തെറിയും ചീത്തയും, ചാകുന്നില്ലല്ലോ, ചാകും, അങ്ങനെ എന്തെല്ലാം പറയുന്നത്. അതാണ് അദ്ദേഹം ചെയ്തത് എന്താണ്, ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പൊക്കെ എഴുതിയിട്ടുണ്ട് സഖാവ് EMSനെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈസ്തവ പുണ്യാളന്മാരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെയൊക്കെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കി, അവരെന്തൊക്കെ ചെയ്തേക്കുന്നത്. അതിലും വലിയ പുണ്യപ്രവർത്തികൾ ചെയ്ത ആളാണ് EMSനെ പോലുള്ളവരൊക്കെ. അയാളെയല്ലേ അപ്പം പുണ്യാളനാക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു ദേവനാക്കേണ്ടതൊക്കെ അല്ലേ. അത്ര നല്ല വ്യക്തിത്വമുള്ള പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ തെറിയാണ് പറയുന്നത്, നല്ല മുഴുത്ത തെറി. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അപൂർവമായിട്ട് ചെയ്തവരെയൊക്കെ പിടിച്ച് വാഴ്ത്തി പിടിച്ചെവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. എന്തിനാ, വരുമാനം ഉണ്ടാക്കാൻ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഇപ്പോഴും ചിരി വരുവാണ്. എൻ്റെ പ്രായം വയസ്സായാൽ എവിടെയെങ്കിലും മിണ്ടാതെ ഇരിക്കത്തില്ല, കുഴിയിലേക്ക് പോകാറായില്ലേ, ഞാൻ മാത്രമേ വരികയുള്ളൂ, മറ്റാരും ആയിരിക്കുകയല്ല എന്നൊരു ധാരണയാണ്. ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ വായിച്ച് പഠിച്ച് ഇട്ടൊക്കെ എഴുതുക, കുറേ കൂടെ ജ്ഞാനം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരുടെയും ഉപദേശം ഞാൻ കേട്ടു, എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ചീത്ത പറഞ്ഞവരെ വിമർശിച്ചവരെ ഒന്നും ഞാനൊരു തെറിയും കുറ്റമൊന്നും പറയുന്നില്ല, നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കണ്ടേ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ അറിയണമെങ്കിൽ എന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ, അത്രേ നിങ്ങൾ ചെയ്തുള്ളൂ. എല്ലാവരോടും സന്തോഷത്തോടെ നന്ദി പറയുന്നു.